കൊയിലാണ്ടി കാപ്പാട് ബ്ലൂ ഫ്ലാഗ് ബീച്ചിന് സമീപത്തുള്ള ബീച്ചിൽ തീപിടുത്തം. ഇന്ന് വൈകുന്നേരം 6 മണിയോടെയാണ് തീ പടർന്നത്. കുറച്ചു സമയത്തിനുള്ളിൽ തീ നിയന്ത്രണാതീതമായി വ്യാപിക്കുകയായിരുന്നു. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അഖില CP കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖില, എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? തീ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ പുരോഗമിക്കുകയാണോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? സന്ധ്യ, തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. അതായത് ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വലിയ സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് തീ പടർന്നിട്ടുണ്ട്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. അതായത് ബീച്ചിൽ നിന്നുള്ള പച്ചില മാലിന്യങ്ങൾ ഉൾപ്പെടെ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നു. ആ കത്തിച്ചതിൽ നിന്നാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത്. കൃത്യമായി കൊയിലാണ്ടി കാപ്പാട് ബ്ലൂ ഫ്ലാഗ് ബീച്ചിന് സമീപത്തുള്ള ബീച്ചിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 6 മണിയോടെയായിരുന്നു തീ പടരുന്നത്. കുറച്ച് സമയത്തിനുള്ളിൽ പറഞ്ഞതുപോലെ വളരെ കുറച്ച് സമയത്തിൽ തന്നെ തീ നിയന്ത്രണാതീതമായി വ്യാപിച്ചു. പിന്നീട് കൊയിലാണ്ടി, വെള്ളിമാടുകുന്ന്, കോഴിക്കോട് ബീച്ച് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയിട്ടാണ് ഇത്തരത്തിൽ തീ നിയന്ത്രിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ തീ പടരുന്നത് നിയന്ത്രണ വിധേയമാണ്. വലിയ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും, ആർക്കും പരിക്കുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശരി അഖില, കൊയിലാണ്ടി കാപ്പാട് ബ്ലൂ ഫ്ലാഗ് ബീച്ചിന് സമീപമാണ് തീപിടുത്തം ഉണ്ടായത്. മാലിന്യം കൂട്ടിയിട്ടതാണ് തീപിടുത്തത്തിന് കാരണമായത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അഖില CP ആണ് വിവരങ്ങൾ നൽകിയത്.